ഏക്കർ കണക്കിന് ദേവസ്വം ഭൂമി അന്യാധീനപ്പെടുന്നു എന്ന റിപ്പോർട്ട്. തിരുവനന്തപുരം നഗരത്തിലെ കണ്ണായ ഭൂമി പോലും നിലവിൽ ദേവസ്വം രേഖയിൽ അല്ലെന്നാണ് കണ്ടെത്തൽ. ഭൂമി സംരക്ഷിക്കുന്നതിന് രൂപീകരിച്ച എസ്റ്റേറ്റ് ഡിവിഷൻ ഭൂരേഖ രജിസ്റ്റർ തയ്യാറാക്കുന്നതിൽ പരാജയപ്പെട്ടു. 2700 ഏക്കർ സ്വന്തമായുള്ള തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ 500 ഏക്കറിന് മുകളിൽ ഭൂമിയാണ് കാണാതായിരിക്കുന്നത്. പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റ് ആയപ്പോൾ ഭൂമി തിരികെ പിടിക്കാൻ ശ്രമിച്ചുവെങ്കിലും മുന്നോട്ട് പോയില്ല. തിരുവനന്തപുരം OTC ഹനുമാൻ ക്ഷേത്രത്തിന്റെ 21.67 സെന്റ് സ്ഥലം കാണാനില്ല. പാളയം വിനായക ക്ഷേത്രത്തിന്റെ 2.42 സെന്റ് ആണ് കുറവുള്ളത്. കൊട്ടാരക്കര ദേവസ്വത്തിന്റെ ഭൂമി നഷ്ടമായി. ഇതിന്റെ രേഖകൾ കാണാനില്ല. ശാർക്കര, ലക്ഷ്മി നട, കുലശേഖര നെല്ലൂർ എന്നീ ദേവസ്വങ്ങളിൽ നിന്നായി 115 സെന്റ്, 41.45 സെന്റ് തുടങ്ങിയ ഭൂമികൾ നഷ്ടമായിരിക്കുകയാണ്. അറുകാലിക്കൽ ദേവസ്വത്തിൽ നിന്ന് 31 സെന്റ് സ്ഥലം വില്ലേജ് രേഖയിൽ സർക്കാർ ഭൂമിയായിരിക്കുകയാണ്. ദേവസ്വം ഭൂരേഖകളും റവന്യൂ രേഖകളുമായും അളവ് വ്യത്യാസം നിലവിൽ ധാരാളമായി ഉണ്ട്. അറുകാലിക്കലിൽ 6.8 സെന്റ്, വെള്ളാരക്കുന്ന് ദേവസ്വത്തിൻ്റെ 4.52 ഏക്കർ, മായക്ഷിക്കാവിൽ 47.7 സെന്റ് എന്നിവയാണ് കുറവ്. അച്ചൻകോവിൽ ദേവസ്വത്തിന് ചെങ്കോട്ടയിൽ 30 ഏക്കർ നെൽപ്പാടമുണ്ട്. ഇത് 34 പേർക്ക് പാട്ടത്തിന് കൊടുത്തിരിക്കുന്നു. പാട്ടം രജിസ്റ്റർ ശരിയാക്കിയിട്ടില്ല. കവിയൂർ രജിസ്റ്റർ പ്രകാരം 77 വർഷം പഴക്കമുള്ളതാണ്. 4 ഏക്കറോളം കയ്യേറ്റമുണ്ട്. 4 ഏക്കറോളം കയ്യേറ്റ ഭൂമി തിരിച്ചു പിടിക്കാനുണ്ട്. തെക്കുംകാവ് ദേവസ്വത്തിന്റെ പഴയ ഭൂരേഖയിൽ 2.48 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു. ഇത് പുതിയ ഭൂരേഖ രജിസ്റ്ററിൽ ഇല്ല. ഇത്തരത്തിൽ നിരവധി ഏക്കർ ഭൂമിയാണ് ദേവസ്വം അന്യാധീനപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഭൂമി എത്രയാണ്, എവിടെയൊക്കെയാണ് കിടക്കുന്നതെന്ന് കണ്ടെത്തേണ്ടതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ദേവസ്വത്തിനുണ്ട്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.